ഞങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടായിരുന്നു എന്നതിൻ്റെ എത്രയോ തെളിവുകൾ ഇവർ സംബന്ധിച്ച് നടത്തിയ ചർച്ചകൾ, ജമാഅത്ത് ഇസ്ലാമിയുമായി ചില വാർഡുകളിൽ അവർ ജയിച്ച സ്ഥാനാർത്ഥികളുമായി അവർ LDF ഭരിച്ച പഞ്ചായത്തുകൾ, ഇതൊക്കെ പച്ചയായ തെളിവായി നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആവില്ലല്ലോ. അങ്ങ് മുന്നണിയിലുണ്ടായിരുന്ന കാലത്ത്, അതായത് MLA ആയ കാലത്ത് ഈ തരത്തിലുള്ള നീക്കുപോക്കുകൾ ജമാഅത്തുമായിട്ടുണ്ടായിരുന്നു CPM? ഇല്ലല്ല, ഞാൻ അന്ന് മത്സരിച്ച സമയത്ത് വളരെ കൃത്യമായി ജമാഅത്ത് നിന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ 2021 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വളരെ ടഫായിരുന്നു എന്നെ സമയം. അന്ന് പോലും ഒരു വർഗീയ ചായ്വുള്ളവരുടെയും വോട്ടുകൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ്. ഞാൻ ഒരു ഘട്ടത്തിലും അത്തരത്തിലുള്ള വോട്ടുകൾ സ്വീകരിക്കാനോ അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ വാങ്ങാനോ ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കത് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത് തന്നെ വരാനിരിക്കുകയാണ്. എന്താണ് തൃണമൂലിൻ്റെ ഒരു പദ്ധതി എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ എന്തായിരിക്കും? നമ്മൾ UDF-ഉമായിട്ടുള്ള ചർച്ചകൾ അത് പൂർത്തീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഗൗരവമായിട്ടുള്ള ചർച്ച. സ്ഥാനത്തേക്ക് മത്സരിക്കും? അല്ല, അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. UDF-ൻ്റെ ഘടകകക്ഷി എന്ന നിലക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്.